പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന സന്ദർഭമാണ്. 1936 അന്നാണ് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് ലളിതമായൊരു തുടക്കം കുറിക്കപ്പെടുന്നത്. അതുമുതൽ ഇങ്ങോട്ടുള്ള ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ ഒത്തിരിയേറെ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 90 വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിന് നന്ദി പറയാനും ഈ സ്ഥാപനത്തെ വളർത്തിയ പൊതുസമൂഹത്തിനോടുള്ള കടപ്പാട് അറിയിക്കാനും ഇവിടെ കടന്നു വന്ന ചികിത്സ നേടിയ രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഈ സ്ഥാപനത്തോട് അവരർപ്പിച്ച വിശ്വാസത്തിനും ഈ സ്ഥാപനത്തിന് അവർ നൽകിയ പ്രാധാന്യത്തിനുമൊക്കെ നന്ദി പറയാനുമുള്ള അവസരമായിട്ട് ഞങ്ങൾ കാണുകയാണ്. നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവറുകൾ നവതി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമയമനുസരിച്ചാണ് നമ്മൾ ആ ദിവസത്തെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തന്നെ ഓഗസ്റ്റ് 8-ാം തീയതി രാവിലെ 10 മണിക്കാണ് നമ്മുടെ ആശുപത്രി അങ്കണത്തിലെ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലില് നമ്മൾ ആഘോഷ സമാപന പരിപാടികൾ സംഘടിപ്പിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അങ്കമാലി MLA-യും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യ മന്ത്രി ശ്രീ റോജി M. ജോൺ, അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ അബ്ദുൾ ഗഫൂർ, ഒരു 2 മന്ത്രിമാരും മുഖ്യമന്ത്രിയോടൊപ്പം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ പരമാചാര്യൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് അന്ന് ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി, KCBCയുടെ ഹെൽത്ത് കമ്മീഷന്റെ ചെയർമാൻ ആയിരിക്കുന്ന കണ്ണൂർ രൂപതയുടെ അധ്യക്ഷൻ അലക്സ് വടക്കുംതല പിതാവ്, ഈ 3 പിതാക്കന്മാരും പ്രസ്തുത പരിപാടിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുൻ ഡയറക്ടർ മോൺസിനോർ സെബാസ്റ്റ്യൻ വടക്കുംപാട്, അതിരൂപതയുടെ ഇപ്പോഴത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള വികാരി ജനറൽ മോൺസിനോർ ആൻഡ്രൂ ചേരാന്തുരുത്തി, ഇവരും ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കാനുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാലക്കുടി, എറണാകുളം, തൃക്കാക്കര, അതുപോലെ തന്നെ പെരുമ്പാവൂര്, മൂവാറ്റുപുഴ MLA-മാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകരുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളെ മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എപ്പോഴും അങ്കമാലി ആശുപത്രിയുടെ വളർച്ചയ്ക്ക് ഇതിന്റെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും അങ്കമാലിയിലെ പത്രപ്രവർത്തകര് വളരെ ആത്മാർത്ഥമായിട്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഓരോ വളർച്ചയുടെയും വാർത്തകൾ പൊതുസമൂഹത്തിന് നൽകാനായിട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആഘോഷ പരിപാടി നമ്മുടെ എല്ലാവരുടെയും പരിപാടിയാണ്. ഹോസ്പിറ്റലിന്റെ മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിന്റെ മൊത്തം പരിപാടിയായിട്ടാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഈ സമാപന സമ്മേളനത്തിലേക്ക് ഹൃദ്യമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ള അച്ഛന്മാരാണ്. ബഹുമാനപ്പെട്ട വർഗീസ് പൊന്തേപ്പള്ളി അച്ഛൻ ജോയിന്റ് ഡയറക്ടറാണ്. സെബാസ്റ്റ്യൻ കല്ലറക്കൽ അച്ഛൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഡേവിസ് പടന്നക്കൽ അച്ഛൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. നമ്മുടെ പീറ്റർ കാഞ്ഞിരക്കാട്ടുകാരി അച്ഛൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. നമ്മുടെ ഒരു അച്ഛനും കൂടി വരാനുണ്ട്, ഫാദർ എബിൻ കളപ്പുരയ്ക്കയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛനാണ്. നമ്മൾ ഈ സ്ഥാപനത്തിന്റെ
ഈ കഴിഞ്ഞ 90 വർഷത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില നാൾ വഴികൾ നമ്മളൊന്ന് പെട്ടെന്ന് സൂചിപ്പിച്ചു പോവാം. ഞാൻ പറഞ്ഞല്ലോ 1936 ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുമ്പോൾ അത് ഈ നാട്ടുകാരുടെ ഒരു വലിയ ആവശ്യത്തോടുള്ള പ്രതികരണമായിട്ടാണ് നമ്മൾ കാണുന്നത്. നാട്ടുകാര്, അങ്കമാലിക്കാര് അന്നത്തെ എറണാകുളത്തെ ആർച്ച് ബിഷപ്പ് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അങ്കമാലിയിലും വേണം എന്ന് ആവശ്യപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തില് അഭിനന്ദ പിതാവ് ആ കാര്യം ചുമതലപ്പെടുത്തിയത് മോൺസിഞ്ഞർ ജോസഫ് പഞ്ഞിക്കാരനെയാണ്. ജോസഫ് പഞ്ഞിക്കാരനെ ചുമതലപ്പെടുത്താൻ കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് കോതമംഗലത്ത് ധർമ്മഗിരി ആശുപത്രി ആരംഭിച്ചിരുന്നു ആ 2 വർഷം മുമ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹോസ്പിറ്റലുമായി നല്ല പരിചയമുണ്ട് എന്നുള്ള ധാരണയിൽ അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹവും സ്ഥലത്തെ അങ്കമാലി പള്ളിയിലെ അന്നത്തെ വികാരി അച്ഛനും കൂടി ചേർന്നാണ് ഇവിടെ ഇതിനൊരു സ്ഥലം കണ്ടെത്തിയത്. വാടക കെട്ടിടത്തിലാണ് ആരംഭിക്കുന്നത്. ഒരു ഡോക്ടർ, ഒരു നേഴ്സ് എന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. അതൊരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് അത് സ്വന്തമായി സ്ഥലം വാങ്ങിച്ച് ഒരു നല്ല സ്ഥാപനമായിട്ട് വളർത്തിയെടുക്കുകയാണ്. ഇപ്പോ നമ്മുടെ കണക്കനുസരിച്ച് ഒരു വർഷം ഏതാണ്ട് 7,50,000 രോഗികള് OP വിഭാഗത്തിൽ ഇവിടെ സേവനം സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1,30,000 രോഗികള് IP വിഭാഗത്തില് ഇൻപേഷ്യൻസ് ആയിട്ട് ഒരു വർഷം ഇവിടുത്തെ ഈ സ്ഥാപനത്തിന്റെ സേവനം സ്വീകരിക്കുന്നുണ്ട്. 25 ആധുനിക ഓപ്പറേഷൻ തിയേറ്ററുകള്, 14 ICUകള് ഇവിടെയുണ്ട്. കേരളത്തിന്റെ വിഷചികിത്സാ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും നാവില് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി എന്ന് വരുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം പാമ്പ് കടിയേറ്റ് ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യത്തില് അന്നത്തെ ഡയറക്ടറുടെ ഒരു വലിയ നിർബന്ധം ഇക്കാര്യത്തില് ഒരു സമാധാനം കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തിന്റെ വെളിച്ചത്തില് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഇട്ടീരയുടെ ഒരു സഹായത്തോടു കൂടെ ഇങ്ങനെ ഒരു വിഷചികിത്സ ആരംഭിക്കുകയുണ്ടായി. അത് ഇന്ന് 50 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ മറ്റെല്ലാ വിഷചികിത്സാ കേന്ദ്രങ്ങളെക്കാൾ മികച്ച രീതിയിൽ വിഷചികിത്സാ കേന്ദ്രമായിട്ട് അങ്കമാലി ഉയർന്നു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ദിവസം 80ഓളം ഡയാലിസിസ് പേഷ്യൻസ് ഇവിടെ വന്ന് ഡയാലിസിസ് നടന്നു പോകുന്നുണ്ട്. അത് മിക്കവാറും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്യുക. അതിന് വിവിധ സംഘടനകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഡയാലിസിസ് പേഷ്യൻസിന് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കാനായിട്ട് 2017 ഈ സ്ഥാപനത്തിന് NABHന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുകയുണ്ടായി. ഇപ്പൊ ഇത് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ്. ആ സ്റ്റാൻഡേർഡാണ് നമ്മളിവിടെ പാലിച്ച് വരുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ 5 കോടി രൂപ എല്ലാ വർഷവും ചികിത്സാ സൗജന്യമായിട്ട് അല്ലെങ്കിൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അത് നമുക്ക് അഭിമാനത്തോടു കൂടെ ഏറ്റുപറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതൊരു ചാരിറ്റബിൾ ആശുപത്രിയാണ്. പൊതുവെ നമുക്കിവിടെ ചികിത്സാ ചെലവ് കുറവാണ്. മറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമ്മളെ ഇവിടെ വരുന്ന ചികിത്സാ ചെലവ് വളരെ കുറവാണ്. എന്നിട്ടും അതില് നമ്മൾ ബില്ലില് പിന്നെയും കുറവ് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ചില രോഗികൾക്ക് പൂർണ്ണമായ സൗജന്യമായി തന്നെ ചികിത്സ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 5 കോടി രൂപയാണ് ഓരോ വർഷവും സൗജന്യമായിട്ട് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. ഈ നവതി വർഷത്തില് ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ കിടപ്പ് രോഗികളായിട്ട് വരുന്ന എല്ലാവർക്കും സൗജന്യ ഭക്ഷണം കൊടുക്കാം. എല്ലാ IP പേഷ്യൻസിനും സൗജന്യ ഭക്ഷണം നമ്മൾ ഈ നവതി വർഷത്തെ ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ അവയവമാറ്റ ചരിത്രം തുടങ്ങുന്നത് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ്. 1970 ആദ്യത്തെ കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ട് കേരള ചരിത്രത്തിലെ അവയവമാറ്റ ശസ്ത്രക്രിയാ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയാണ്. അതിൽ ഇന്നും അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഈ നവതി വർഷത്തില് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആരംഭിച്ചു. ആദ്യമായിട്ടൊരു ചെറുപ്പക്കാരനെ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി.
വിജയകരമായിരുന്നു ശസ്ത്രക്രിയ. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ് ആ രോഗിയെ ഇവിടുന്ന് യാത്രയാക്കാനായിട്ട് എത്തിയത്. അത് വളരെ സന്തോഷവും അഭിമാനവും നൽകിയ സന്ദർഭമായിരുന്നു. മറ്റൊരു വലിയ നാഴികക്കല്ലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സ്വകാര്യ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ ഐ ബാങ്ക് ആരംഭിച്ചിരിക്കുന്നത്. കേരള ഐ ബാങ്ക് എന്ന് പറയുന്ന കേരളത്തിന്റെ ഇന്ത്യയിലെയും ആദ്യത്തെ സ്വകാര്യ ഐ ബാങ്ക് ഇവിടെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ്. 55 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അതിലൂടെ നമ്മൾ 30,000-ലധികം പേർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും നമ്മളൊരു 1,600-ലധികം കോർണിയ കളക്ട് ചെയ്യുന്നു. ഏതാണ്ട് 1000-ഓളം അല്ലെങ്കിൽ 1,300-ഓളം പേർക്ക് നമ്മൾ കോർണിയ വെച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിലും മറ്റ് ആശുപത്രികളിലൊക്കെ ആയിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് ഐ ബാങ്ക് എന്ന രീതിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ സഹായിക്കുന്നത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നമുക്ക് 1000-ഓളം വോളണ്ടിയേഴ്സ് ഉണ്ട്. ഈ വോളണ്ടിയേഴ്സിന്റെ സഹായമാണ്. അതിനകത്ത് ക്രിസ്തീയ സംഘടനകളുണ്ട്, മറ്റ് സമുദായത്തിൽപ്പെട്ട സംഘടനകളുണ്ട്, പൊതു സംഘടനകളുണ്ട്, പബ്ലിക് ആയിട്ട് ഉള്ള ബിസിനസ്സുകാരുടെ സംഘടനകളുണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ വോളണ്ടിയേഴ്സ് ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റൽ മാത്രമല്ല, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളിവിടെ നടത്തുന്നുണ്ട്. BSc നഴ്സിംഗ് ഉണ്ട്, GNM നഴ്സിംഗ് ഉണ്ട്, പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ MHC ഉണ്ട്, ഫിസിയോതെറാപ്പി MAT ഉണ്ട്, MPT ഉണ്ട്, BPT ഉണ്ട്, BSc ഒപ്റ്റോമെട്രി ഉണ്ട്, MSc ഒപ്റ്റോമെട്രി ഉണ്ട്. അങ്ങനെയുള്ള കോഴ്സുകളിലൂടെ അനേകം വിദ്യാർത്ഥികൾക്ക് ഈ ആരോഗ്യ രംഗത്ത് അവരുടെ ശുശ്രൂഷ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ശുശ്രൂഷ കൊടുക്കാനുള്ള ഒരു പദ്ധതിയും നമ്മൾ ഈ കഴിഞ്ഞ 90 വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്തു വരാണ്. ഇപ്പൊ നമുക്കിവിടെ 30 ഡിപ്പാർട്ട്മെന്റുകളാണ്, സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളായിട്ട് 1600-ലധികം ജീവനക്കാർ ഇവിടെയുണ്ട്, 200-ലധികം ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോ ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1,50,000 പേര് എന്ന് പറയുന്ന 7,50,000 പേര് എന്ന് പറയുന്ന OP നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിക്കോളൂ. ഒരു ദിവസം 2,000 പേര് മിനിമം ഇവിടെ OPയിൽ വരുന്നുണ്ട്. ആ കണക്കനുസരിച്ചാണ്. അത്രയും പേര് ഈ വരുമ്പോൾ അവർ വരുന്നതാവട്ടെ നമ്മുടെ ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലാണ്. നമ്മുടെ അയ്യമ്പുഴ മുതൽ മഞ്ഞപ്ര, അയ്യമ്പുഴ മുതൽ ഇങ്ങോട്ട് ആലുവ വരെയുള്ള മേഖലയിൽ നിന്നുള്ള രോഗികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഏരിയയിലെ ഒരു സാധാരണക്കാര് മിഡിൽ ക്ലാസ് ഫാമിലീസ് ആണ് വരുന്നത്. ആ വരുന്ന ആളുകളെ കേറ്റർ ചെയ്യുന്ന രീതിയിൽ മിതമായ ചികിത്സാ നിരക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരെയും ഞങ്ങള് വളരെ സന്തോഷപൂർവ്വം ഈ ഒരു നവതി സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ. 3 പ്രധാനപ്പെട്ട പരിപാടികൾ ഈ നവതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ സ്ഥാപനത്തെയാണ് അദ്ദേഹത്തിന്റെ തൂഫാൻ വാരിയർ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തൂഫാൻ കെയറിന്റെ ഒരു പ്രഥമ സ്ഥാപനമായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയാണ്. തൂഫാൻ കെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ വെച്ചാണ് ആഭ്യന്തരമന്ത്രി നടത്തിയത്. അതുകൊണ്ട് നമ്മുടെ വാക്കത്തോൺ നമ്മള് നവതിയുടെ ഭാഗമായിട്ട് മാത്രമല്ല, തൂഫാൻ കെയർ എന്ന ആ പദ്ധതിയെ വിളംബരം ചെയ്യുന്ന ഒരു ഒന്നുകൂടിയാക്കിയത് മാറ്റാണ്. അപ്പൊ തൂഫാൻ നവതി വാക്കത്തോൺ എന്ന പേരിലാണ് നമ്മൾ 1-ാം തീയതി വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ആശുപത്രി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി ആശുപത്രിയിൽ തന്നെ വന്ന് സമാപിക്കുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ ആണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഈ മാരത്തോൺ. നിങ്ങൾ എല്ലാവരെയും ഞാൻ ആ മാരത്തോണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം വാക്കത്തോൺ ഇവിടെ ഒന്ന് സമാപിച്ചതിന് ശേഷം നവതി സെലിബ്രേഷന്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടക്കും. അത് തിരുപ്പതിയുടെ മുൻ സഹായമെത്രാനായിരുന്ന മാർ തോമസ് ചക്കിയത്ത് പിതാവാണ്
ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടത്തുന്നത്. അങ്ങനെ ആ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിനോടുകൂടെ നമ്മുടെ നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുക. 4-ാം തീയതി ഇതിന്റെ ഭാഗമായി തന്നെ 4-ാം തീയതി നമ്മളിവിടെ 650 കിലോവാട്ട് സോളാർ പാനലുകൾ വെച്ചിട്ടുണ്ട്. അത്രയും സോളാർ പാനലുകൾ വെച്ചിട്ട് നമ്മൾ ഈ സോളാർ എനർജി ഇവിടെ ഉപയോഗിക്കുകയാണ്. അതിന്റെ ആ യൂണിറ്റിന്റെ ഉദ്ഘാടനം നമ്മുടെ കേരളത്തിന്റെ ബഹുമാനീയനായ വിദ്യുച്ഛക്തി മന്ത്രി ശ്രീ സണ്ണി ജോസഫാണ് നിർവഹിക്കുന്നത്. അത് 4-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നമ്മുടെ താഴത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ സമ്മേളനം നടക്കുന്നത്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ 8-ാം തീയതി, ഓഗസ്റ്റ് 8-ാം തീയതിയാണ് നമ്മുടെ സമാപന സമ്മേളനം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിലേക്ക് രാവിലെ 10 മണിക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ വരാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. ആ പരിപാടിയിലെ തീർച്ചയായിട്ടും നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടാകണം. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കാര്യമായിട്ടുള്ള ഒരു വാർത്ത കൊടുക്കുമെന്ന് എനിക്കറിയാം. ഇത്തരം കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങൾ അച്ഛന്മാര് അതിന് മറുപടി പറയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഹൃദ്യമായ നന്ദി പ്രകാശിപ്പിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാനും അതുപോലെ തന്നെ എറണാകുളത്തെ MP ശ്രീ ഹൈബി ഈഡനും നമ്മുടെ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ MLA-മാര്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി റീത്ത പോൾ, നമ്മുടെ വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ മുനിസിപ്പൽ കൗൺസിലിന്റെ പ്രതിപക്ഷ നേതാവ്, പിന്നെ ഈ സ്ഥാപനം ഇരിക്കുന്ന വാർഡിന്റെ മെമ്പർ ബിജി, ഇവരെല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്.